ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്കൊരു ഷൂട്ടുണ്ട് ഗൈസ്. മട്ടാഞ്ചേരിയിലാണ്. നമ്മുടെ പുതിയ ഓപ്പോ ഫൈൻഡ് X9 അൾട്ര എന്ന് പറഞ്ഞ ക്യാമറയുടെ ടെസ്റ്റിംഗ് ആണ്. ഓപ്പോ ഫൈൻഡ് X9 എന്ന് പറഞ്ഞ ഫോണിൻ്റെ ടെസ്റ്റിംഗ് ആണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ ഒരു ക്യാമറ ക്വാളിറ്റിയും സംഭവങ്ങളും ഒക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളത് അറിയാമെന്നുള്ളൊരു പ്ലാനാണ്. ഞാൻ ഒരു പ്രോപ്പർ ഒരു മോഡലിനെയും കൊണ്ടാണ് പോകുന്നത്. എൻ്റെ ഫ്രണ്ട് തന്നെയാണ് അപർണ എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരി അത്യാവശ്യം ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു മോഡലാണ്. പുള്ളിക്കാരിയും കൊണ്ട് നേരെ മട്ടാഞ്ചേരി പോയിട്ട് ഈ ഒരു ഫോണിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന്, ലൈക്ക് പ്രോപ്പർലി നമ്മൾ DSLR എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത് അതുപോലെ കുറച്ച് പോർട്രേറ്റ്സ് അതിൻ്റെ ഈ ഒരു ഫീച്ചേഴ്സൊക്കെ യൂസ് ചെയ്ത് ചെയ്യാമെന്നുള്ള പ്ലാനാണ്. സോ ലെറ്റ് സീ ഗൈസ് എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കാം. ഞാൻ ഓൾറെഡി ഷാസിൻ്റെ ഞാൻ എടുത്തായിരുന്നു. അവൻ്റെ റിവ്യൂ വരും 21-ാം തീയതി. അപ്പോൾ അതിൽ ഞാൻ അവൻ്റെ ഫോട്ടോസ് എടുത്തതിൻ്റെ സാമ്പിൾസ് നിങ്ങൾക്ക് കാണാം. ഇതിപ്പം സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് എനിക്ക് അറിഞ്ഞൂടെ എപ്പോഴാണ് ഇത് ഇറക്കാൻ പോകുന്നതെന്നുള്ളതിൻ്റെ ഔട്ട്. പക്ഷേ ഈ ഒരു ഷൂട്ടിൻ്റെ റിസൾട്ടൊക്കെ ഇതിൽ കാണിക്കില്ല, ഈ വ്ളോഗിൽ കാണിക്കില്ല ഗൈസ്. പക്ഷേ അതിൻ്റെ ലിങ്ക് ഞാൻ അത് വരുമ്പം ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ എന്തായാലും ആദ്യം പോയി ഈ മോഡലിനെ പിക്ക് ചെയ്യണം, എന്നിട്ട് പോയി എന്തെങ്കിലും കഴിക്കണം ഗൈസ്. ഞാനും കഴിച്ചില്ല, അവളും കഴിച്ചില്ല. അവൾ ഭയങ്കര ഫുഡിയാണ്, നല്ല ഫുഡ് അടിക്കുന്ന ടൈപ്പാണ്. അപ്പം അവളെയും കൊണ്ട് നമുക്ക് എവിടെയെങ്കിലും പോയി ഫുഡ് അടിക്കാം എന്നുള്ളൊരു പ്ലാനിലാണ്. അതെനിക്ക് തോന്നുന്നു ഫോട്ടോ ചെയ്ത് തന്നെ പോയി കഴിക്കാം. അതാകുമ്പോൾ അവിടെ തന്നെയാണല്ലോ ഷൂട്ട് ലൊക്കേഷൻ. അപ്പം അങ്ങനത്തെ ഒരു പ്ലാനിലാണ്. അപ്പോൾ എന്തായാലും ആദ്യം അവളെ പോയി പിക്ക് ചെയ്യാം. ഞാൻ അവളെ പരിചയപ്പെടുത്തരാം ഗൈസ്. ബൈ. അങ്ങനെ ഗൈസ് നമ്മൾ ഫ്രഞ്ച് ടോസ്റ്റിൽ വന്നിരിക്കുകയാണ്. മോഡലിനെ കാണിച്ചു തരാം. ടോപ്പ് മോഡൽ എന്ന് പറയുന്നത് മോഡലാണ് ഗൈസ്. ഇങ്ങനെയുള്ള മോഡലിംഗ് ലൈഫിന്റെ തുടക്കം മുതൽ കാണുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇതുവരെയായിട്ട് ഷൂട്ട് ചെയ്തിട്ടില്ല. അതാണ് ഏറ്റവും വലിയ കോമഡി. ഇന്നും ഷൂട്ട് ചെയ്യുന്നത് സത്യം എൻ്റെ മൊബൈലിൽ അവളെന്നെ തല്ലി കൊന്നില്ല എന്നേ ഉള്ളൂ. ഞാൻ പിന്നെ മൊബൈൽ ഫോണും ഇപ്പം DSLR ക്വാളിറ്റി ആയതുകൊണ്ട് നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. ലെറ്റ്സ് സീ. എന്തായാലും ഇതിൻ്റെ ഔട്ട് വരുമ്പോൾ ഞാൻ ലിങ്ക് ഇടുന്നതായിരിക്കും. എന്തായാലും ബ്ലോഗിൽ അവളെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഫുഡ് അടിക്കാൻ വന്നേക്കാം. മോഡലിനെയും കാട്ടി അവളൊരു വലിയ ആന ഫുഡിയാണ്. നമ്മൾ ആദ്യം എന്തായാലും ഫുഡ് അടിക്കുന്നു. മഴ പെയ്യില്ലാന്നുണ്ടെങ്കിൽ മഴ പെയ്യില്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു ഷൂട്ട് പ്ലാനിങ് ഉണ്ട് ഗൈസ്. എന്തായാലും 3 ചീസ് ടോസ്റ്റ് ആണ് ഗൈസ്. ഇത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചീസ് പ്ലസ് സീ സോൾട്ട് പ്ലസ് ഹണിയാണ് ഈ സാധനം. ഞാൻ പണ്ട് കഴിച്ചിട്ടുണ്ട്, കുറച്ച് നാളെ എൻ്റെ ടേസ്റ്റ് മിസ്സായി. അതുകൊണ്ട് ഞാൻ പിന്നെ അയാൾക്ക് ഫ്രൈസാണ് അങ്ങനെ മതി. ഫ്രൈസാണ് എന്തോ മറ്റേ ബീഫ് ചില്ലി ഫ്രൈസാണ് ഗൈസ്. നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ടേസ്റ്റിയാണ്. ഒന്ന് കഴിച്ചോ. കൊള്ളാല്ലേ? ചെറിയ മധുരവും ആ സീ സോൾട്ടിൻ്റെ ഒരു സോൾട്ടിനെസ്സും ഒക്കെ ഉണ്ട്. കണ്ട എഡ്ജൊക്കെ അവൾ കടിച്ചെടുത്തു. കൺട്രി ഫെല്ലോ. നല്ല മുരിഞ്ഞ എഡ്ജസും 3 ടൈപ്പ് ചീസാണ്. ഗൗഡ ചീസൊക്കെ ഉണ്ട്. ഈ ഫ്രൈസ് അധികം കഴിക്കാറില്ല. ഇത് മറ്റേ ബീഫ് ചില്ലി ഫ്രൈസാണ്. ഇത് സൂപ്പർ കേട്ടോ. ഇത് നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ മസ്റ്റ് ട്രൈ ചെയ്യണം. ബീഫ് ചില്ലി ഫ്രൈസ് ഫ്രഞ്ച് ടോസ്റ്റിൻ്റെ മെനു. കൊള്ളാം. നീ കഴിച്ചോ? നീയാണ് മോഡൽ. അതൊക്കെ കൂടെ കഴിച്ചിട്ട് ഓടിച്ചാടി നടക്കാനുള്ള സ്റ്റാർട്ടേഴ്സാണ് കേട്ടോ. മറ്റേ മെറ്റബോളിസം പ്രോ മാക്സ് ആണെന്ന് തോന്നുന്നു. മിക്കാറ് നോക്കിയത് കഴിഞ്ഞോട് കശി നോക്കിയിട്ട് കുറച്ചുകൂടെ ഹണി ഇട്ട് തരാം മോളെ. നൈസ്, അടിപൊളി. എന്തായാലും കഴിച്ചിട്ട് വരാം ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ ഫുഡൊക്കെ അടിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. എനർജിയൊക്കെ കയറിയില്ലേ? ഇനിയിപ്പോൾ ഫുൾ പോസിങ്ങാണ്. ഇവിടുത്തെ ആംബിയൻസ് കിടിലാണ് കേട്ടോ, രക്ഷയില്ല. ഇവിടെ തന്നെ ആണെങ്കിൽ ഒരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. പക്ഷേ നമ്മൾ ഗ്രാഫിറ്റി നോക്കിയത് കൊണ്ട് ഗ്രാഫിറ്റിയുടെ അവിടെ പോയി നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. പൂവും നൈസല്ലേ, ആ ഒരു മരവും. അയ്യോ രസമുണ്ട് കേട്ടോ. എനിക്ക് ഈ ഒരു മരവും ആ മരത്തിൽ നിന്ന് വീണ ഇലകൾ, അല്ല പൂവാണ്, വാഗപ്പൂക്കൾ. ഓഫ് സെറ്റപ്പ്. ഇതും വേണമെങ്കിൽ ഒരു ഷൂട്ടിന് യൂസ് ചെയ്യാന്നേ ഉള്ളൂ. മഴ പെയ്തില്ലെങ്കിൽ കൊള്ളാം ഗൈസ്. നമ്മുടെ എല്ലാ ഷൂട്ടും നടക്കും. ആ ഫോൺ വെച്ച് കുറച്ച് ഷൂട്ടും ചെയ്തു റിസൾട്ട്സും നോക്കിയിട്ട് നമുക്ക് അടുത്ത ഫുഡ് അടിക്കണ സ്പോട്ടിൽ പോവാം. നമുക്ക് എന്തായാലും വിശപ്പ് മാറാനുള്ള ചാൻസ് ഇല്ല. ശരി ഗൈസ്, സിയാ. ഇതാണ് ഗൈസ് ഷൂട്ട് ലൊക്കേഷൻ. ഇവിടെ കുറച്ച് ഗ്രാഫിറ്റിയുടെ കുറച്ച് ആംബിയൻസ് ഉണ്ട്. ഗ്രാഫിറ്റി മാത്രമല്ല, കുറച്ച് വേസ്റ്റും ഉണ്ട് ഗൈസ്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഫോട്ടോ എടുക്കാനായിട്ട് കുറച്ച്. അപ്പോൾ എന്തായാലും കുറച്ച് ലേറ്റായി പോയി ഒരു വീഡിയോ ആൾക്കാർ വന്നപ്പോൾ. അപ്പം പെട്ടെന്നൊന്ന് ഉള്ള ലൈറ്റിൽ മാക്സിമം ഫോട്ടോസ് എടുക്കുക, ഇവിടെ നിന്ന് ഓടുക. ബിക്കോസ് മഴ വരാനുള്ള ടൈം ആയിട്ടുണ്ട്.
സോ ലെറ്റ്സ് സീ. അപ്പോൾ എന്തായാലും ഗൈസ് ഫോട്ടോ എടുത്തിട്ട് വരാം. അവർ ഗിയറൊക്കെ സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. മാത്രമല്ല ബാറ്ററി ലോ ആണ് ഫോണിൻ്റെ, അപ്പോൾ അവർ ചാർജ് ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ അതൊന്ന് കൈ കിട്ടി കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യായിരുന്നു. അപ്പം ലെറ്റ്സ് സീ ഗൈസ്, വരാം ഷൂട്ട് ചെയ്യാൻ. ഇവിടെ ബാക്ക്ഗ്രൗണ്ട്, ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഷൂട്ട് ചെയ്യാന്നുള്ള പ്ലാനിലാണ്. എൻ്റെ പേരാ സനു. ദൈവമേ, അതോ ഞാനല്ല കേസ് ഇത് വരച്ചത്. ഇതെന്തായാലും കൊള്ളായിരുന്നു കേസ്, ഇത് ഞാൻ കണ്ടില്ലായിരുന്നു. എൻ്റെ പേര് ദാറ്റ് ഇസ് നൈസ്. എൻ്റെ പേരെല്ലാവരും ഉണ്ട് കേസ് ഇവിടെ. അപ്പം എന്തായാലും വരാം. ഇതും കൊള്ളാം, ഗോഡ്സ് ഓൺ വാൻഡൽസ്. അപ്പം അതാണെന്ന് തോന്നുന്നു ഈ പരിപാടിയുടെ പേരായിരുന്നത്. നൈസ്. ഓ ഇത് കിടിലാണ് കേട്ടോ, ഡ്രാഗൺ. ഓ ഇത് നൈസ് വർക്ക്. വരയ്ക്കുന്നുണ്ട് കേസ്. അപ്പോൾ എന്തായാലും കേസ് ഫോൺ കയറ്റിയിട്ട് വരാം. അപ്പോൾ കേസ് ഷൂട്ടൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. തളർന്നൊരു വഴിക്കായി കേസ്. ഫുൾ ഒരു രക്ഷയില്ല, ഭയങ്കര ചൂട്. അപ്പം മോഡലൊരു വിധം പടമായി, ഫുൾ വേർത്ത് കുളിച്ചൊരു രക്ഷയില്ല. അപ്പോൾ എന്തായാലും ഫോട്ടോസ് എങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല കിഡിൽ ഔട്ടായിരുന്നു കേട്ടോ ഈ ഒരു പുതിയ ഫോണിൻ്റെ ഓപ്പോ ഫൈൻഡ് X9 അൾട്ര. അത്യാവശ്യം നല്ല പോർട്രേറ്റ് മോഡാണ് ഫോണിൻ്റെ. സോ ഫോട്ടോസ് എൻ്റെ കൈ കിട്ടുമ്പോൾ ഞാൻ എന്തായാലും ഒരു റീലായിട്ട് വല്ലതും ഇടാൻ കേസ്. അപ്പം എന്തായാലും ഇവിടെ നിന്ന് എന്തായാലും പോകാം. ഭയങ്കര ചൂട്. നേരെ AC കല്ലും കയറിയെന്നില്ലെങ്കിൽ മിക്കവാറും കുഴിഞ്ഞൊരു വഴിക്കാം. എന്നാലും ഈ സ്ഥലം കൊള്ളാം കേട്ടോ, ഫുൾ ഗ്രാഫിറ്റി സംഭവമാണ്. പക്ഷേ ഇവിടുത്തെ വേസ്റ്റിനെ പറ്റി ആൾക്കാർ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഭയങ്കരമായിട്ട് വേസ്റ്റും കൂടെ ഒന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ അടിപൊളി ഒരു ഹാങ് ഔട്ട് സ്പോട്ടാണുള്ള എല്ലാ പരിപാടിയുണ്ട്. എവരാണ് വീഡിയോ ചെയ്തത്? ഹായ് പറയൂ ഗൈസ്. പേരെങ്ങനെ ബ്രോഡാ? ആദർശ്. ബ്രോയുടെ പേര് തേജസ്. ആദർശും തേജസ്സുമാണ് ഗൈസ് നമ്മുടെ വീഡിയോ എടുക്കാൻ വന്നത്. സോ എന്തായാലും താങ്ക്സ് ഗൈസ്. നല്ല അടിപൊളി റീൽ ഉണ്ടാക്കി തരണം. ബ്രോ അല്ലേ ഇവിടെ വരയ്ക്കുന്ന? അപ്പോൾ എന്തായാലും ടാറ്റാ ഗൈസ്, കാണാം. അപ്പോൾ ഇവിടെ അത് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പുതിയ പുതിയ ആർട്ട് വർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാധനമാണ് എൻ്റെ ഫേവറേറ്റ് ഗൈസ്, ജോണി ബ്രാവോ. അങ്ങനെ ലെഫ്റ്റ് ഹാൻഡർ പറഞ്ഞിട്ടാണ് നമ്മളിവിടെ വന്നത്. ലെഫ്റ്റ് ഹാൻഡറിൻ്റെ ഒരു വർക്കുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. പാവം തളർന്ന മോഡൽ ഗൈസ്. ഇതാണ് ലെഫ്റ്റ് ഹാൻഡർ വരച്ചത്. ഇതൊക്കെയാണ് ഗൈസ് അടിപൊളി ഏരിയ, അടിപൊളി ആർട്ട് വർക്ക്. ഈ ഒരു സ്ട്രീറ്റ് മൊത്തത്തിൽ അവർ നൈസാക്കി കളർഫുൾ ആക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പം എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് പോവാം. പോവാം, ലെറ്റ്സ് ഗോ. അവിടെ പുള്ളി അവിടെ എന്താണ് എഴുതുന്നതെന്നുള്ളത് അറിയാൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് ഗൈസ്. അതുകൊണ്ട് റൈറ്റ് പോയിട്ട് എന്താണ് പുള്ളി എഴുതുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് എവള് വെയിറ്റ് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും അത് കംപ്ലീറ്റ് ചെയ്തിട്ട് എന്താണ് സംഭവം നോക്കിയിട്ട് പോവാം. കണ്ട് സമാധാനമില്ല എന്താണ് എഴുതിയെന്നുള്ളത്. ഐ വോണ്ട് ടു റൈറ്റ് പോയിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. കൊള്ളാം, ലോട്ട്സ് ഓഫ് ആർട്ടിസ്റ്റ്, അടിപൊളി വൈബ്. നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ ഇങ്ങനത്തെ കുറച്ച് ഗ്രാഫിറ്റി പരിപാടികളൊക്കെ എല്ലായിടത്തും ചെയ്ത് കഴിഞ്ഞാൽ നൈസായിരിക്കും ഗൈസ്. നല്ലൊരു ആർട്ട് വൈബ് വരാനുള്ള എല്ലാ സ്കോപ്പും ഉണ്ട്. ഇങ്ങനത്തെ ഈ ചെറിയ ചെറിയ സ്ട്രീറ്റ്സ് ഉണ്ടല്ലോ ഇപ്പോൾ മട്ടാഞ്ചേരിയിലൊക്കെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ നല്ല കളർഫുള്ളാക്കിയിട്ട് അത്യാവശ്യം എന്താ പറയുക, ആൾക്കാരുടെ ഒരു മനസ്സിലുള്ള സംഭവങ്ങളൊക്കെ എഴുതി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അപ്പോൾ ഫോറിൻ ആർട്ടിസ്റ്റാണ് കേസ്. അപ്പം അടിപൊളി വൈബ്, കൊള്ളാം. എന്തായാലും കേസ് ഇവിടെ നിന്ന് പോട്ടെ, തളർന്നു. അങ്ങനെ കേസ് ഷൂട്ട് കഴിഞ്ഞ് നമ്മൾ ക്യാൻവാസ് റെസ്റ്റോറൻറ്റ് ആൻഡ് പിസ്സേറിയയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ തളർന്ന മോഡലിന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമല്ലോ. കുറച്ച് ഫുഡ് വാങ്ങിച്ച് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് പോകാമെന്നുള്ള പ്ലാനാണ് ഗൈസ്. ഇത് നമ്മളന്ന് കാർത്തികമായിട്ട് വന്നായിരുന്നു. അതിന് ശേഷം വീണ്ടും ഇപ്പോഴാണ് വരുന്നത്. അതുകൊണ്ടായിരിക്കുന്നത് തളർന്ന മോഡൽ. എന്തായാലും എന്തെങ്കിലും കഴിക്കട്ടെ ഗൈസ്, അവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കട്ടെ. പിസ്സ അല്ലെങ്കിൽ പാസ്ത, ഇതാണ് ഇന്നത്തെ പ്ലാൻ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഓർഡർ ചെയ്തിട്ട് വരാം. ബൈ. എവിടെ ഓർഡർ ചെയ്ത കലമാരി റിങ്സ് വന്നിരിക്കുകയാണ്. കലമാരി ഇത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരാൾ ആദ്യമായിട്ടാണ്. അങ്ങനെയല്ല, ഞാൻ ഇത് കഴിച്ചിട്ടില്ലാത്തായിരുന്നു. ഈ ഒരുമാതിരി മറ്റേ സിനിമ സ്റ്റൈൽ പോലെ മുടിയൊക്കെ പറന്നിട്ട് മറ്റേ കലമാരി റിങ്സ് തിന്നുന്നു. മുടിയൊക്കെ ഇങ്ങനെ പറക്കുന്നതിനിടയിൽ കലമാരി തിന്നുന്ന പറഞ്ഞത്. ദിസ് ഈസ് ദ കലമാരി ഗൈസ്. ദിസ് ഈസ് ഗാർലിക് റാഞ്ച് ദിപ്പാണ്. എല്ലായിടത്തും ഇത് തന്നെ, ലോകത്തെല്ലായിടത്തും തന്നെ. ലെറ്റ്സ് ട്രൈ ഇറ്റ് ഔട്ട്. വിചാരിച്ച പോലെ അല്ല ഇതിൻ്റെ ടേസ്റ്റ്. അടി സ്ക്വിഡ് പിന്നെ ഇനി എന്താ ഭയങ്കര ക്രിസ്പാണെന്ന് അത്ര മൊഴിച്ചാൽ കൊള്ളൂല. ഇതൊന്നും വേണ്ട, ഇതിൻ്റെ അകത്ത് ആ ഒരു
സോഫ്റ്റ്നെസ് വേണം. കൊള്ളാൻ കഴിച്ചു. ഭയങ്കര ഫ്രഷ് കലമാരി കേട്ടോ, ഇഷ്ടം പറയാൻ പറ്റില്ല. ആക്ച്വലി കലമാരി കുറച്ചൊരു സീസൺഡ് ആവുന്നത്. ഇവിടെ ഭയങ്കര പിക്കിയാണോ അല്ലേ ഈറ്റിങ്? നീ എല്ലാം ഒന്നും കഴിക്കത്തില്ലല്ലോ. കഴിക്കും. കോണ്ടിനെന്റൽസിൽ വളരെ പിക്കിയാണ്. നീ ആദ്യമായോ? നാടൻ ഫുഡെല്ലാം കഴിക്കും. ഞാൻ പറഞ്ഞു ഇതിൽ ആ കൂടെ കുറച്ച് ആ കലമാരി കുറച്ചുകൂടെ സീസൺഡ് ആയത് നൈസാണ്. പിന്നെ ആ ഡിപ്പ് വന്നേക്കുന്നത് അതുകൊണ്ടാണ്, ബാലൻസ് ആക്കാൻ വേണ്ടിയാണ്. അതാണ് നാളെ ഞാൻ തന്നെ കലമാരി കഴിക്കും. ആ സാധനത്തിൽ ഉപ്പൊക്കെ ഉണ്ട്, അത് മുക്കി കഴിക്കണം നല്ല രീതിയിൽ. ആ ഡിപ്പേ അത്യാവശ്യം നല്ല രീതിയിൽ എടുത്തോണം കഴിക്കാം. അപ്പം നിനക്ക് ആ ഒരു ഫ്ലേവർ കിട്ടും. കലമാരിയുടെ ആ ഒരു ഒറിജിനൽ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ആ ഒരു സീയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി. ഡിപ്പ് മുക്കുമ്പോൾ കലമാരിനെ അറിയുന്നില്ല. അതാണ് ഡിപ്പാണ് അതിൻ്റെ ഫ്ലേവർ. അത്യാവശ്യം നല്ല ലൈമും എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ അത്യാവശ്യം കൊള്ളാം. എനിക്കെന്തായാലും ഞാൻ വലിയ ഫാനല്ലേ കലമാരിയുടെ, ഞാൻ പ്രോൺസ് ഫാനാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ പാസ്തയും പിസ്സയും വരട്ടെ. കാർത്തികൊക്കെ ആയിട്ട് വന്നപ്പോൾ കഴിച്ചതാണ്. അന്നേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് തന്നെ വീണ്ടും ഓർഡർ ചെയ്യാം, സേഫ് ഓപ്ഷൻ. കഴിച്ച് നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. അല്ലെങ്കിൽ ഇഡ്ഡിയാണ് ആ ബെസ്റ്റ്. ഈ ഫുഡ് ആയിട്ടുള്ള ഞാനെങ്ങനെ നല്ല നല്ലത് സാധനം കഴിക്കുന്നതെന്ന് തോന്നുന്നു. എന്താണ് തൂക്കി നോക്കുന്ന ഞാൻ സോസൊക്കെ മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാൻ. സൂപ്പറല്ലേ? അന്നത്തെ അതേ ടേസ്റ്റ് ആണെങ്കിൽ കിടില്ല. ആ കോഴ്സ് അതാണ് ഞാൻ ചോദിച്ചത്. അതാണ് ഞാൻ ചോദിച്ചത്. നീ പാസ്തയും പിസ്സയും ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് താങ്ങോ ഇല്ലെന്നുള്ളത് എനിക്കൊരു സംശയമാണ്. മിക്കവാറും നീ ബാക്കി വീട്ടിൽ കൊണ്ടുവേണ്ടി വരും പാസ്ത. പ്രോൺസ് കിഡിലായിരുന്നു ലാസ്റ്റ് ഞാൻ കഴിച്ചപ്പോൾ. ഫ്രഷല്ലേ, നൈസല്ലേ? അല്ല ഇവരെ സീ ഫുഡ് ക്യാച്ച് കിഡിലാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഇത് സ്പെസിഫിക്കലി ഞാൻ ഇത് ഓർഡർ ചെയ്തത്. ഫസ്റ്റ് ടൈം കൊണ്ടുവരുന്നവർക്ക് സേഫായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ സാധനം. കൊള്ളാം അല്ലേ? ഓക്കെ ഗൈസ്, ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാനും വലിയ ടേസ്റ്റ് ചെയ്ത് ഞാൻ വേണ്ട. അവൾ പറഞ്ഞ കേട്ട് മാത്രം നിങ്ങൾ വരണ്ട. ലെറ്റ് മീ ട്രൈ. ഓ ഇത് ലൈക്ക് സൂപ്പർ റിച്ച്. ആ ബട്ടറിൻ്റെയും ആ പ്രോൺസിൻ്റെയൊക്കെ ആ ഒരു എസൻസ് എല്ലാം കൂടെ ഇറങ്ങിയിട്ടുള്ളൊരു സംഭവം. പ്രോൺസിൻ്റെ വലിപ്പം കണ്ടോ? സീ ഫുഡ് ഇഷ്ടമുള്ളവർ ഭ്രാന്താവും. നൈസ് ക്വാളിറ്റി പ്രോൺസ്. ഗാർലിക്കും ബട്ടറും ഇതെന്താ നിങ്ങൾ ശ്രദ്ധിച്ച് അറിയുന്നതാണ്. നമ്മൾ ഗാർലിക് ഉണ്ട്, നല്ല ചങ്ക്സ് ആയിട്ട് ഗാർലിക് ഇട്ടിട്ടുണ്ട്. പിന്നെ ആ സീ ഫുഡിൻ്റെ ആ സോട്ട് ചെയ്തതിൻ്റെ ടേസ്റ്റ് എല്ലാം കൂടെ ഉണ്ട്. റിയലി നൈസ് ടേസ്റ്റ്. അതുപോലെ വിശപ്പുള്ളവർക്ക് ഇതൊന്നും വിഷയമല്ല. അങ്ങനെ ആ ചൂടത്ത് നിന്നുകൊണ്ട് അതൊക്കെയാണ് തൂക്കി തൂക്കി തിന്നുന്ന കഴിയുള്ളൂ. നല്ല വിശപ്പുണ്ട്. അങ്ങനെ കഴിച്ച് നമ്മുടെ പിസ്സ വന്നിരിക്കുകയാണ്. എടി ഒരു പിസ്സ അടുത്ത് കഴിച്ചു കൊള്ളാം. നല്ല ചൂടാണ്. മടക്കി കഴിച്ചോ? ഞാനിങ്ങനെ എടുത്തിട്ടിങ്ങനെ ഒന്നുമല്ലോ, നീ അത് മടക്കും. ചൂടായിരിക്കും, നല്ല ചൂടായിരുന്നാണ്. ആ പൊള്ളിയാണ് സാധനം. കൊള്ളാം, ഇഷ്ടപ്പെട്ടോ ഗൈസ്? തിൻ ക്രസ്റ്റ് പൊളി, എനിക്കും ഭയങ്കര ഇഷ്ടമാണ് തിൻ ക്രസ്റ്റ്. പിന്നെ ഇല്ലെങ്കിൽ പിന്നെ നിയോപോളിറ്റൻ പിസ്സ, അതാകുമ്പോൾ ക്രസ്റ്റ് നല്ല സോഫ്റ്റ് ആക്കി നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിക്കാം. അപ്പോൾ ഞാനും ഇനി കഴിച്ചോട്ടെ. കൊള്ളാം. നമ്മളാകെ ഒരു കഷ്ണം എടുക്കുന്നു. ഒടുക്കത്തെ ചൂട്, പക്ഷെ കൊള്ളാം, നല്ല ഫ്ലേവർ ചിക്കനാണ്. ഏതല്ലോ ഒലിവ് ഓയിൽ നല്ല കഴിച്ചോ? ഞാനിത് ആ 10 ഇഞ്ച് പിസ്സയാണ് കഴിച്ചു. ഇത്രയും പീസുണ്ട്. ഒരാൾക്കൊന്നും ഒറ്റയ്ക്കൊന്നും തിരിച്ച് ചെയ്യാൻ പറ്റൂല. ആ എവിടെ തിന്നും, നമ്മളെ മെറ്റബോളിസം ഭയങ്കരമാണ്. അതാണ് പ്രശ്നം. ഒന്നും ഒട്ടും വിശപ്പില്ല. മുകളിലൊക്കെ ബേസിൽ ഇട്ടിട്ടുണ്ട്. ഗുഡ്. അരഗുള ആ ലീഫ്, അരഗുള ലീഫ് നല്ലതാണ്. അത് മറ്റേ ബൈറ്റ് എന്ന് പറഞ്ഞൊരു പിസ്സേറിയ നമ്മൾ കച്ചേരിപ്പടി ഫ്രഞ്ച് ടോസ്റ്റിലാണ്. അവിടെ ഈ റോക്കറ്റ് ലീവ് അരഗുളയൊക്കെ ഇട്ടിട്ടുള്ള പിസ്സയാണ്. ഇവിടെ കിട്ടുപടി ഇവിടെ ഉണ്ട്. അത് നൈസാണ് കഴിച്ചു. ബൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ നയാസിൻ്റെ പിസ്സേറിയാണ്. അവിടെ നിങ്ങൾ പോയി ട്രൈ ചെയ്യുക. അത് സവർഡോ പിസ്സയാണ്. ഇറ്റ്സ് റിയലി ഗുഡ്. ഇപ്പോൾ ഇവൾ പറഞ്ഞ പോലെ അരഗുള ലീഫൊക്കെ ഇട്ടിട്ട് നൈസായിട്ട് നല്ല ടേസ്റ്റാണ്. ചിലർക്ക് ഇഷ്ടപ്പെടില്ല, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് വരാം. എനിക്ക് മതിയായി, ഫുള്ളായി മതിയാ. അയ്യോ നീ ഭയങ്കര ഫുഡി എന്നൊക്കെ പറഞ്ഞിട്ട്
എന്തൊക്കെ ഞാൻ കഴിച്ചു. ഓക്കെ നമ്മൾ കഴിച്ചിട്ട് തരാം. മൾട്ടി ടാലൻറ്റഡ് പേഴ്സണാലിറ്റി. തഹഷ് അല്ലേ എൻ്റെ പേര്? ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പേര് കേൾക്കുന്നത്. കൊള്ളാം കേട്ടോ, ഭയങ്കര വെറൈറ്റി പേരും. ഇത് അവൻ്റെ ആർട്ട് പേജാണ്, മാനിയാക്ക് ആർട്സ്, തഹഷ്.ഹിയർ. കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. മോട്ടോ ആർട്ടും ചെയ്യണമല്ലേ? കൊള്ളാടാ, നൈസ്. ഗൈസ് വളർന്നു വരുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ഞാൻ 12th എഴുതിയിട്ട് നിൽക്കുകയാണ്. സോ എന്തായാലും നൈസ് മീറ്റിംഗ് യു ബ്രോ. കാണാം എന്തായാലും. ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യുവർ ലൈഫ്. അടുത്ത പ്രാവശ്യം കാണാം. പാർട്ട് ടൈം ആണല്ലേ ഇവിടെ? ഇപ്പോൾ ഫുൾ ടൈം ആണ്. ഓക്കെ, ഫുൾ ടൈം ആണ്. കൊള്ളാം ഗൈസ്, പയ്യന്മാരൊക്കെ നല്ല കട്ട ഹാർഡ് വർക്കിംഗ്. വെൽ ഡൺ, കീപ് ഇറ്റ് അപ്പ്. അപ്പോൾ ശരി ഗൈസ്, നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വരാം. ബൈ. വീണ്ടും നമ്മൾ വന്നിരിക്കണ്ടേ, പ്ലാസ്റ്റിക് ഇതിൻ്റെ വന്നേക്കും. വീണ്ടും നമ്മൾ വന്നിരിക്കുകയാണ് ഗൈസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അൺബോക്സിങ് കൂടെ ഉണ്ട്. ഇന്ന് വന്ന ഒരു പാർസലാണ്. അപ്പം ഇത് പൊട്ടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം എന്താണിത്. ഇത് ഷാസിൻ്റെയാണ് ഗൈസ്. നമ്മൾ ഇതിൻ്റെ ഫോട്ടോ എടുത്ത് അയക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരാം എന്താണ് ഈ സാധനം എന്നുള്ളത്. അൺബോക്സ് ചെയ്യുന്ന സാധനം കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഈ വുഡൻ സ്പൂൺ വെച്ചിട്ടാണ് നമ്മൾ അൺബോക്സ് ചെയ്തിരിക്കുന്നത്. തുറക്കുന്നു, എടുക്കുന്നു. അയ്യോ, ഇത്രയുള്ള പാക്കിങ്. ഡൽഹി വാച്ച് കമ്പനിയുടെ പെട്ടിയാണ്. ഇതാണ് ആൾക്കാരൊക്കെ ഫുള്ള് രാവിലെ വരെ കുത്തിയിരുന്ന് നാളെ വാച്ച് കമ്പനി. വാറണ്ടി കാർഡ് ടെറ. അത് തന്നെ ഗൈസ്, ടെറ എന്ന് പറയുന്ന സാധനം വാച്ചാണ്. അപ്പോൾ ടെറ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടു കാണും. ഇതാണ് ഗൈസ് അതിൻ്റെ ബോക്സ്. എന്താ, ഡൽഹി വാച്ച് കമ്പനി. അപ്പോൾ ഇതാണ് ഗൈസ് വാച്ച് ടെറ. ഇതിന് വേണ്ടി ആൾക്കാർ രാവിലെ മുതൽ കുത്തിയിരുന്ന് ഓർഡർ ചെയ്യാൻ നോക്കിയത്. ഞാനും മറന്നുപോയി, ഞാൻ എണീച്ചപ്പോൾ ലേറ്റായിപ്പോയി ഗൈസ്. നൈസ് സാധനം കേട്ടോ, കൊള്ളാം. മാക്രോ ഇതില്ലാത്തത് കൊണ്ട് ഇത് കൊള്ളാം കേട്ടോ, നൈസ്, നല്ല വാച്ച്. ഒരുമാതിരി വെറൈറ്റി. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത്യാവശ്യം ബാക്കിലാണ് പോയി ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അയക്കട്ടെ ഗൈസ്. അപ്പം ബാക്കി എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പരിപാടികളൊക്കെ അവിടെ പറയും. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. അടുത്ത ബ്ലോഗിൽ കാണാം.